നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് റയൽ ബെറ്റിസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചപ്പോൾ കളിയിൽ 2 ഗോളുകളും കിലിയൻ എംബാപ്പയുടെ വകയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഗോൾ പെനാൽറ്റി ആയിരുന്നു. വിനി ഉണ്ടാക്കിയെടുത്ത പെനാൽറ്റിയാണ്. പക്ഷെ അദ്ദേഹം അത് എംബാപ്പയോട് എടുക്കാൻ പറയുകയായിരുന്നു. എന്തായാലും എംബാപ്പെ പന്ത് വലയിലേക്ക് എത്തിച്ചു. ഇതിനു മുമ്പുള്ള കളിയിൽ പെനാൽറ്റി ലഭിച്ചപ്പോൾ വിനി തന്നെയാണ് എടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അത് എംബാപ്പയ്ക്ക് അദ്ദേഹം കൈമാറുന്നു. എംബാപ്പെ ബ്രേസ് പൂർത്തിയാക്കുന്നു. അദ്ദേഹത്തിന് വലിയ കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഹീറോ ആയി വിനി മാറിയിരിക്കുന്നു. അദ്ദേഹം ട്രൂ ലീഡർ ആണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ എക്സിലൊക്കെ പ്രതികരണം. കാർലോ ആഞ്ചലോട്ടി തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞത് വിനി പൂർണ്ണമായും അൺസെൽഫിഷ് ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചത്. അൺസെൽഫിഷ് വിനിയെയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പെനാൽറ്റി എംബാപ്പയ്ക്ക് കൊടുത്തു. അവർ തമ്മിലുള്ള റിലേഷൻ വളരെ മികച്ചതാണ് എന്ന് സംതൃപ്തനായി സന്തോഷവാനായി ആഞ്ചലോട്ടി പറയുന്നു. എംബാപ്പയുടെ പ്രതികരണവും വന്നു അതിനെക്കുറിച്ച്. ആരാണ് പെനാൽറ്റി എടുക്കേണ്ടത്, പെനാൽറ്റി ടേക്കർ ആര് എന്നുള്ള ചോദ്യം. അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി, ഞങ്ങളോട് കോച്ച് പറഞ്ഞിരുന്നത് 2 പേർക്കും വേണമെങ്കിൽ പെനാൽറ്റി എടുക്കാമെന്നാണ്. ഏതായാലും ഫോഴ്സ്ഫുള്ളി ഒരു പെനാൽറ്റി ടേക്കർ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് എൻ്റെ മെന്റാലിറ്റി അല്ല എന്നാണ് എംബാപ്പയുടെ ഒരു പ്രതികരണം. ചുരുക്കത്തിൽ എംബാപ്പെ വിനി ജൂനിയർ 2 പേരോടും ഒരുപോലെ പെനാൽറ്റി എടുക്കാനുള്ള ഒരു അവകാശം കോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്താണ് അതിന്റെ തീരുമാനമെടുക്കുക. അത് കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചലോട്ടി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോ ഗോളടിക്കാൻ ആദ്യ 3 കളികളിൽ ബുദ്ധിമുട്ടിയ കിലിയൻ ബ്രേസ് നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടാമത്തെ ഗോള് വിനി അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ച പെനാൽറ്റിയാണ്. വിനിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ കാണുന്നു. അൺസെൽഫിഷ് ആയിട്ടുള്ള പ്ലേ നമ്മൾ അവിടെ കാണുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.